നമസ്കാരം പ്രിയമുള്ളവരെ. ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇറാനിൽ ഉണ്ടാകുന്ന ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധങ്ങൾ, അതിനോടനുബന്ധിച്ച സംഭവ വികാസങ്ങൾ ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയത്തുള്ള ഖമേനിയുടെ മരണം, ആ വാർത്ത നമ്മൾ കേട്ടു. കഴിഞ്ഞ ദിവസം ആസാദി മലയാളം ചാനലിലെ റോയ് മാത്യു പാസ്റ്റർ ബാംഗ്ലൂർ, അദ്ദേഹവുമായിട്ട് ഈ ഒരു സംഭവ വികാസങ്ങളെ കുറിച്ച് ഒരു ഡിസ്കഷൻ സെഷനൊക്കെ നടത്തിയിരുന്നു. അന്ന് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതാണ്, പൂരിം എന്ന ഫെസ്റ്റിവൽ ഇപ്പോൾ നടക്കുമ്പോഴാണ്, അതായത് ഇസ്രായേലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം നടക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. പൂരിം ഉത്സവത്തിന്റെ പ്രത്യേകത എസ്തേറിന്റെ പുസ്തകത്തിലെ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്. യഹൂദന്മാരെ കൊന്നുമുടിക്കുവാൻ ഹാമാൻ ഒരുക്കിയ പദ്ധതികൾ, ഹാമാന് വേണ്ടി കഴിമരം ഒരുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, യഹൂദർ മുഴുവൻ വിടുവിക്കപ്പെട്ടു എന്ന് പറയുന്ന ചരിത്രമൊക്കെയുള്ള ഒരു പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. അങ്ങനെ ആ ഒരു വിടുതൽ, യഹൂദന് കിട്ടിയ അത്ഭുതകരമായ വിടുതലിനെ അനുസ്മരിക്കുവാൻ, ആഘോഷിക്കുവാൻ അന്ന് മുതൽ അവർ ആചരിക്കുന്ന ഒരു ഉത്സവമാണ് പൂരിം ഉത്സവം. ഈ മാർച്ച് മാസത്തിന്റെ 2-ാം തീയതിയും 3-ാം തീയതിയും യഹൂദർ ലോകവ്യാപകമായി പൂരിം ഫെസ്റ്റിവൽ ആചരിക്കുകയാണ്. അപ്പോൾ ഖമേനിക്കെതിരെയുള്ള ഈ ഒരു ആക്ഷൻ, ഇറാനെതിരെയുള്ള ഈ ആക്ഷൻ തിരഞ്ഞെടുത്ത ദിവസത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് പൂരിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇസ്രായേൽ അങ്ങനെ ഒരു ആക്ഷൻ എടുത്തത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞതാണ്, ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ റോയ് പാസ്റ്റർ എനിക്കൊരു വീഡിയോ ഇട്ട് തന്നിരുന്നു. പൂരിം ഫെസ്റ്റിവൽ വരുവാൻ പോകുന്നു എന്ന് താനൊരു മീറ്റിംഗിൽ നടത്തുന്ന മെസ്സേജാണ്. പൂരിം ഉത്സവത്തെക്കുറിച്ച് താൻ പറയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ഈ യുദ്ധങ്ങളൊന്നും ഇങ്ങനെ ഈ വിധത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പൂരിം ഫെസ്റ്റിവലിനെ കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാനിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ പറഞ്ഞ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്, കാര്യങ്ങൾ തകിടം മറിയുന്നത്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുകയും പിന്നീട് ഖമേനിയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായിത്തീരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെയും ചില ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഞങ്ങൾ ആ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ എത്ര അച്ചട്ടായിട്ട് സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് എത്ര ശരിയാണെന്നുള്ളതിന് തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പിന്നെയും റോയ് പാസ്റ്റർ എനിക്ക് 1-2 ഇൻഫർമേഷൻസ് എൻ്റെ വാട്സപ്പിൽ ഷെയർ ചെയ്തിരുന്നു. അതിൽ ഒന്ന്, ഈ ഒരു ജബാദ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്. യഹൂദന്മാരുടെ ഈ ട്രഡിഷൻ, അവരുടെ പാരമ്പര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവരുടെ വെബ്സൈറ്റിൽ വന്ന ഒരു വാർത്ത, ജബാദ് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ്. അവിടെ നിന്ന് വന്ന ഒരു വാർത്ത, അവർ വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, ഈ ഇസ്രായേൽ ഖമേനിയെ വധിക്കുവാൻ തിരഞ്ഞെടുത്ത ഡേറ്റ്, പൂരീമിന്റെ ഡേറ്റ് തിരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ പർപ്പസ്ഫുള്ളി അവരെ തിരഞ്ഞെടുത്ത ഡേറ്റാണ്. കാരണം മൊർദെഖായിലൂടെ, എസ്തേറിലൂടെ ഹാമാനെ തകർത്തതിന്റെ ഓർമ്മ ദിവസം തന്നെ ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന അവകാശവാദം ഉന്നയിച്ച ഒരു ഭരണ സംവിധാനത്തെ അവർ തുടച്ചു നീക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഒരു സിംബോളിസമാണ് അതിനകത്തുള്ളത്. ജബാദ് അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കാണുവാനിടയായി. അതിലും രസകരമായ ഒരു സംഭവം, ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ വന്നിട്ട് ഈ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു അദ്ദേഹത്തിന്റെ ദേശത്തോട്, നേഷനോട് അഭിസംബോധന ചെയ്യുന്നൊരു പ്രസംഗം നടത്തി. അതിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ കാണുവാനിടയായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ ഓപ്പറേഷൻ ലയൺ റോർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, സിംഹഗർജനം. അങ്ങനെ പേര് കൊടുക്കുവാൻ കാരണം ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാചകമാണ്, സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയക്കാതിരിക്കും. അപ്പോൾ ആ പ്രവാചക വാചകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവര് ഈ ഓപ്പറേഷൻ നടത്തിയത്, ഓപ്പറേഷൻ അങ്ങനെ പേര് കൊടുത്തത്. മാത്രമല്ല, ആ ഒരു പ്രഭാഷണത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, 2500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പേർഷ്യൻ ദേശത്ത്
അതായത് അഹശ്വരോഷ് ഭരിക്കുന്ന ഒരു കാലം ഒരാൾ ഞങ്ങളെ തുടച്ചു നീക്കുവാൻ, ഞങ്ങളുടെ വംശത്തെ തുടച്ചു നീക്കുവാൻ എഴുന്നേറ്റ് വന്നു. എന്നാൽ എസ്തേറിലൂടെ, മൊർദെഖായിലൂടെ ആ ഒരു പ്രവൃത്തിയെ തകിടം മറിച്ച് വലിയ വിടുതൽ ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തെ, ആ ഒരു വിടുതലിനെ ആഘോഷിക്കുന്ന ഈ പൂരിയും ദിവസത്തിൽ തന്നെ ഞങ്ങളെ തുടച്ചു നിൽക്കുവാൻ കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി പദ്ധതികൾ ഒരുക്കുന്ന ഒരു ടെററിസത്തിന്റെ ആക്ടിവിറ്റിയെ ഞങ്ങളും തുടച്ചു നിൽക്കുകയാണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പൂരീം എന്ന ആ ഒരു ഫെസ്റ്റിവലിന്റെ നടക്ക് ഇത് നടന്നത് സ്വാഭാവികമല്ല, ഇസ്രായേൽ പറഞ്ഞുറപ്പിച്ചതാണ്, പ്ലാൻ ചെയ്ത് ഉറപ്പിച്ചതാണ് എന്ന് പറഞ്ഞത് ശരിയാണെന്നുള്ളതിന്റെ തെളിവുകളായി ഇങ്ങനെയുള്ള റിപ്പോർട്ട്സ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പൂരീമും ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിലാണ്. അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിലും ഈ ആക്രമണം നടത്തിയ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്ക തെരഞ്ഞെടുത്ത ഡേറ്റ്, ഇസ്രായേലിന്റെ പൂരിയും പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആണെങ്കിൽ അമേരിക്ക തെരഞ്ഞെടുത്ത ഡേറ്റ് പണ്ട് അമേരിക്കയ്ക്കേറ്റ കനത്ത ഒരു പ്രഹരത്തെ ഓർമ്മപ്പെടുത്തുന്ന അതേ ഡേറ്റ് ആണ് 9/11 എന്നുള്ള ഡേറ്റ് ആണ്. എങ്ങനെയാണ് ഇത് ഇവിടെ 9/11 ആകുന്നത്? ഫെബ്രുവരി മാസത്തിന്റെ ലാസ്റ്റ് ദിവസം, മാർച്ച് മാസത്തിന്റെ ആദ്യത്തെ ദിവസം, ആ ഇന്റർവെയിനിങ് ആ ഒരു സമയങ്ങളിലല്ലേ ഈ സംഭവങ്ങൾ നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് 9/11 ആകുന്നത്? അപ്പോൾ ആളുകൾ പറയുന്നത് അറബിക് കലണ്ടർ ഉണ്ട്, ഹിജ്റി വർഷമനുസരിച്ചുള്ള കലണ്ടർ. ആ കലണ്ടർ അനുസരിച്ച് ഇത് 1447 വർഷമാണ്, റംദാൻ മാസമാണ്, അതായത് 9-ാം മാസം. ആ കലണ്ടർ അനുസരിച്ച് 9-ാം മാസം 11-ാം തീയതിയാണ് ഖമേനി വധിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ അറബിക് കലണ്ടർ അനുസരിച്ച് 9/11 എന്ന ഡേറ്റിലാണ് ഈ ഖമേനി വധിക്കപ്പെട്ടത്. അപ്പോൾ ഈ പറഞ്ഞ ദോഷൈക ദൃക്കുകൾ പറയുന്നത് ട്രംപ് പഴയ 9/11 കൊടുത്ത മറുപടിയാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. എന്താണെങ്കിലും ട്രംപിന്റെ 9/11 യഹൂദന്മാരുടെ, ഇസ്രായേലിന്റെ പൂരീമും ഒക്കെ ഒത്തുവരുന്ന ഒരു ദിവസം, ഒരു തീയതിയാണ് ഈ വലിയ ചരിത്ര സംഭവം നടന്നിരിക്കുന്നത്. ഖമേനിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനെ അടുത്ത ആയത്തുള്ളയാക്കി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കേട്ടു. പക്ഷെ ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ കേൾക്കുന്നത് ആ ഒരു പുതിയ ആയത്തുള്ളയും വധിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ്. ഇത് സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയാണ്. കാരണം ഇതുവരെയും ഇറാനോ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നോ ഇതിനൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്താണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ വളരെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ലോകത്തിൽ സമാധാനം ഉണ്ടാകണമെന്നുള്ളതാണ്. രാജ്യങ്ങൾ, മതങ്ങൾ അവർ തമ്മിലടിച്ചുകൊണ്ടിരിക്കും. നമുക്കിതിനകത്തൊന്നും പാർട്ടിയാകുവാൻ കഴിയുകയില്ല. കിട്ടിയ ചില വാർത്തകൾ, ചില ഇൻഫർമേഷൻസ് ആസാദിയുടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചു എന്ന് മാത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.